മോനെ കുട്ടാ മോനെ, ആ 3D പ്രിൻ്ററില്ലേ, അത് സെറ്റായിട്ടുണ്ട് കേട്ടാ. നമുക്കത് എടുക്കാം. പോടാ, ശരിക്കും പൊളി. എപ്പോൾ വരണം? ഇപ്പം വരട്ടെ? നിനക്കത് നിന്റെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഞാനത് അവിടെ നിന്ന് എടുക്കാം. എപ്പോഴാണ് കിട്ടാ? അടങ്ങ് ചങ്ങായി, ഞാൻ പറയാ, കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ അറിയിക്കാം. എൻ്റെ മോനെ, ഒന്ന് വേഗം ആക്കോ. ബാ, നമുക്ക് ഇന്നും പോയിട്ട് എടുക്കാം. ഓക്കെ ഓക്കെ, ഞാൻ ഇറങ്ങി. വാട്ടർഫോൾ ഇത് എവിടെ നിന്നാണ്? ഞാൻ ആദ്യം വിചാരിച്ചത് ഹ്യൂമിഡിറ്റി കാരണം എ സിന്ന് വെള്ളം വന്നതാണ്. പിന്നെ കുറച്ച് വണ്ടി ഓടിച്ചപ്പോൾ പെട്ടെന്ന് എ സി വർക്ക് ചെയ്യാണ്ടായി. അപ്പോഴാണ് കാണുന്നത് എൻജിൻ ഓവർ ഹീറ്റ് ആയിട്ടുണ്ട്. വണ്ടിക്ക് കാര്യമായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ട്. നേരെ വർക്ക്ഷോപ്പിൽ കയറ്റി. അവിടെ എത്തിയതും വണ്ടി ഓഫായി. റേഡിയേറ്ററിൻ്റെ ക്യാപ്പിൻ്റെ ഇഷ്യൂ ആയിരുന്നു. അങ്ങനെ അതൊക്കെ ശരിയാക്കി വീട്ടിലെത്തി. Alright guys. അപ്പോൾ ഇതാണ് സാധനം. കുറച്ച് കാലമായിട്ട് പൊടി പിടിച്ച് കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. ശരിയാണ്, കുറച്ച് പൊടിയുണ്ട്. ബാക്കി കുറച്ച് ചെളി, ചപ്പ്, ചവറ്, എട്ടുകാലി, അത്രയേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ പൊടി തട്ടി വീട്ടിൽ കയറ്റി. കണ്ടിട്ട് ഇത് ശരിയാക്കാൻ പറ്റും തോന്നുന്നില്ല. കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. ഞാൻ ആകെ ശരിയാക്കിയിട്ടുള്ളത് കുറച്ച് കൺട്രോളറും പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളാണ്. നടക്കുമെന്നറിയില്ല. അപ്പോൾ ഇത് വൃത്തിയാക്കാൻ ആവശ്യമുള്ള ചേരുവകൾ: ഒരു പെയിൻറ് ബ്രഷ്, പാകത്തിന് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, കുറച്ച് ഇയർബഡ്സ്, അത്യാവശ്യത്തിന് WD-40. ആദ്യം പെട്ടെന്ന് കിട്ടണ പൊടിയൊക്കെ പെയിൻറ് ബ്രഷ് കൊണ്ടും പിന്നെ വാക്യൂം ക്ലീനറൊക്കെ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കി. ആ ബെഡിൻ്റെ മേലുള്ളതും കൺസോളിൻ്റെ അവിടെ പിന്നെ അതിൻ്റെ ട്രാക്കിൻ്റെ ഇടയിലൊക്കെ ഉള്ള പൊടിയും ചപ്പും അങ്ങനെ വലിച്ചെടുത്തു. എന്നിട്ട് പതുക്കെ ആ ബെഡ് ഊരിയെടുത്ത്. ഹൈ എന്താ പൊടി! ഇതാണ് അവസ്ഥ. എല്ലാ മുക്കിലും മൂലയിലും പൊടിയും ചപ്പുമാണ്. വാക്യൂം ക്ലീനിങ് എത്ര റൗണ്ട് വേണ്ടിയാണാവോ. ബെഡിൻ്റെ താഴെ വേറൊരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ട്, അത് ഊരിയെടുക്കുക. ഇനി ആ മാറ്റി വെച്ചിരിക്കുന്ന ഐസോപ്രൊപ്പൈൽ എടുക്കുക. കുറേശ്ശെ ഒഴിച്ച് ക്ലീൻ ആക്കുക. So 3 hours into cleaning and ചേട്ടൻ കഥ പറയാണ്. 3 മണിക്കൂർ ക്ലീൻ ചെയ്തപ്പോഴാണ് കാണുന്നത് എക്സ്ട്രൂഡറിൻ്റെ ട്യൂബ് ലൂസായിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഫിലമെൻറ്റ് എങ്ങനെയാണ് പോയതെന്ന് നോക്കുമ്പോൾ അതും പൊട്ടി കിടക്കുകയാണ്. വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മേലേക്കും താഴേക്കും പോണ മോട്ടർ അത് വർക്ക് ചെയ്യണില്ല. പിന്നെ എക്സ്ട്രൂഡറിൻ്റെ മോട്ടറുണ്ട്, പിന്നെ എക്സ്ട്രൂഡറിൻ്റെ മോട്ടറും വർക്ക് ചെയ്യണില്ല. ഇതൊക്കെ എങ്ങനെയാണാവോ ശരിയാക്കുക. എല്ലാം ശരിയാവും. വൃത്തിയായ പ്ലേറ്റ് നമ്മൾ തിരികെ വെക്കുക. എന്നിട്ട് അത് ടൈറ്റ് ചെയ്യുക. പിന്നെ ബെഡും തിരിച്ചു വെക്കുക. അടിയിൽ ലെവലിങ്ങിൻ്റെ സ്ക്രൂ ഉണ്ട്, അതും ടൈറ്റാക്കുക. കണ്ട ബിഫോർ ആൻഡ് ആഫ്റ്റർ. കുറച്ചൊക്കെ പൊടി പോയി. ക്ലീനാക്കി പുറത്തുള്ള പൊടിയൊക്കെ കളഞ്ഞ് മദർ ബോർഡ് നോക്കുമ്പോൾ അതിലൊന്നും കുഴപ്പം കാണാനില്ല. സോ ഇനി ഇത് ഓണാക്കി നോക്കണം. ഓണാവുന്ന തോന്നണില്ല. ഓണായാൽ പിന്നെ കുറേ പണിയുണ്ട് ഇതുമേ. അതിനു മുന്നേ ആദ്യം വീടൊന്ന് വൃത്തിയാക്കാം. അപ്പോൾ നമ്മൾ ഓണാക്കാൻ പോവുകയാണ്. എന്താ സംഭവിക്കാമെന്ന് അറിയില്ല. ബെസ്റ്റ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഇത് ഓണാവുക എന്നാണ്. ചിലപ്പോൾ ഒരു പൊട്ടിത്തെറിയൊക്കെ കേൾക്കാം. എന്തോ ബിസ്മില്ല. എന്തോ സൗണ്ട് കേൾക്കാണ്ടിട്ടാ. ഫാൻ ഓണായി. സ്ക്രീൻ ഓണായി. നോസിൽ ടെമ്പറേച്ചർ കാണാണ്ട്, ബെഡ് ടെമ്പറേച്ചർ കാണാണ്ട്, Z ആക്സിസ്, പിന്നെ പ്രിൻറ്റിങ് സ്പീഡും. എൻ്റെ മോനെ പൊളിച്ച്. അവിശ്വസനീയം. നമുക്ക് സെറ്റിങ്സിലൊന്ന് പോയി നോക്കാം. പണ്ട് കുറച്ച് 3D പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോക്കാം സെറ്റിങ്സിൽ എന്താ ഉള്ളതെന്ന്. ഈ X ആക്സിസ് ഒന്ന് നീക്കി നോക്കിയാലാ.
കൺട്രോൾസിന് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ചാടി കളിക്കണം നമ്പേഴ്സ്. കിട്ടിയത് സെലക്ട് ചെയ്യുക. ദേ നീങ്ങി 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 കണ്ട നീങ്ങി കണ്ട 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 പൊളി പൊളിയേ. പക്ഷേ ഓട്ടോ ഹോം വർക്ക് ചെയ്യണില്ല. അങ്ങനെ നോസിലൊക്കെ ചൂടായപ്പോൾ പഴയ ഫിലമെൻ്റ് പുറത്ത് വരാൻ തുടങ്ങി. കുള്ളു 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 കുള്ളു. ഇൻവെർട്ടഡ് ബ്രോ. അടുത്തായി നമുക്ക് 3 ഇഷ്യൂ ആണ് ഫിക്സ് ചെയ്യാനുള്ളത്. വൈ ആക്സിസിൻ്റെ ലിമിറ്റ് സ്വിച്ച്, എക്സ്ട്രൂഡറിൻ്റെ ഫുള്ള് സെറ്റപ്പ്, പിന്നെ സെഡ് ആക്സിസ്. സെഡ് ആക്സിസ് ഞാൻ കുറച്ച് WD-40 ഒക്കെ അടിച്ച് ഒരു തിരി തേച്ചപ്പോൾ സാധനം തിരിഞ്ഞ്. അങ്ങനെ ഇപ്പോൾ അതേ ഇതിങ്ങനെ കൈ കൊണ്ട് സ്മൂത്തായിട്ട് നീക്കാൻ പറ്റുന്നുണ്ട്. ഓട്ടോ ഹോം ഒരു ട്രൈയും കൂടി കൊടുക്കാം. മുന്നേ ഓട്ടോ ഹോം വർക്ക് ചെയ്തിരുന്നില്ല. ഓട്ടോ ഹോം പ്രസ്. എക്സ് ആക്സിസ് വർക്ക് ചെയ്യുന്നുണ്ട്. വൈ ഓക്കെ ആണ്. സെഡും നീങ്ങുന്നുണ്ട്. സെഡ് കുറച്ച് സ്ലോ ആണ്, ബട്ട് അത് നീങ്ങുന്നുണ്ട്. അങ്ങനെ ഓട്ടോ ഹോമായി. അടുത്തത് നമുക്കിനി എക്സ്ട്രൂഡർ ഫുള്ള് മാറ്റാനുണ്ട്. പിന്നെ ഈ ബെഡ് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്, അത് ശരിയാക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഫിലമെൻ്റ് ഉണ്ടായിരുന്നു. അത് പുറത്തിരുന്ന് വെയിൽ കൊണ്ടിട്ട് ഹാർഡായിപ്പോയി. തൊടുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ജസ്റ്റ് തൊടുമ്പോൾ ഇങ്ങനെ ക്രാക്ക് ചെയ്യണ സൗണ്ട് കേൾക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പ്രിൻറ്റിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ട. ഫിലമെൻ്റ് ഒന്നുമില്ല, ഒരു SD കാർഡ് ഒപ്പിച്ച് അതിൽ ഫയൽസ് ലോഡ് ചെയ്ത് റണ്ണ് ചെയ്തപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ബെഡ് ശരിയാക്കിയാൽ ജസ്റ്റ് ഒരു എക്സെൻട്രിക് നട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊന്ന് ടൈറ്റാക്കിയപ്പോൾ ടൈറ്റല്ല, അത് അതിൻ്റെ പൊസിഷൻ മാറ്റാം. അപ്പോൾ അത് ഷെയ്ക്കിങ് സ്റ്റോപ്പായി. പിന്നെ എക്സ്ട്രൂഡറും കുറച്ച് WD-40 അടിച്ച് പിടിച്ച് തിരിച്ചപ്പോൾ അതും റെഡിയായി. ഇനി അതിൻ്റെ കുറച്ച് പാർട്സ് ഓർഡർ ചെയ്യണം, അത് റീപ്ലേസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എത്തിയിട്ടുണ്ട്. എന്താണ് ഇതിലുള്ളതെന്ന് നോക്കട്ടെ. എക്സ്ട്രൂഡറിൻ്റെ റീപ്ലേസ്മെൻറ്റ് പാർട്സ് ഉണ്ട്, മൈക്രോ SD കാർഡ് റീഡർ ഉണ്ട്, USB ടൈപ്പ്, അത് ലാപ്പിൽ കണക്ട് ചെയ്യുക. ഫിഡ്ജറ്റ് സ്പിന്നർ ഉണ്ട്, അത് ഇതിനായിട്ടൊരു ബന്ധമില്ല, അത് വെറുതെ ഒരു രസത്തിന് വാങ്ങിച്ചതാണ്. ഫിലമെൻറ്റ് ഹോൾഡർ ഉണ്ട്, ഫിലമെൻറ്റിൻ്റെ റോള് അതുമലാണ് വെക്കുക. ആൻഡ് ഫൈനലി 3D പ്രിൻ്ററിൻ്റെ ഫിലമെൻറ്റും ഉണ്ട്. ഇനി ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വേണം നോക്കാൻ വേറെ എന്തൊക്കെ ഇഷ്യൂ ഉണ്ട്. ആദ്യം നമുക്ക് പഴയ ഫിലമെൻറ്റ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അതൊക്കെ പുതിയ ഫിലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നു, പഴയ പഴയ ഫിലമെൻറ്റ് പുറത്തേക്ക് എടുക്കുന്നു. ഇനി എക്സ്ട്രൂഡറിൻ്റെ പാർട്സ് റീപ്ലേസ് ചെയ്യണം. പഴയത് പ്ലാസ്റ്റിക് ആയിരുന്നു, ഇപ്പോൾ വാങ്ങിയത് അലുമിനിയമാണ്. നട്ടും സ്ക്രൂവും ഒക്കെ ഊരി പുതിയ പാർട്സും സ്ക്രൂവും സ്പ്രിങ്ങൊക്കെ വെച്ച് എക്സ്ട്രൂഡറും ട്യൂബും ഫിക്സ് ചെയ്തു. ഫിലമെൻറ്റ് ഹോൾഡറിൽ വെച്ചിട്ട് അത് ഇൻസേർട്ട് ചെയ്ത് പ്രിൻ്റ് ചെയ്യണമായിട്ട് മുന്നേ ബെഡ് കറക്റ്റ് ലെവലല്ലേ നോക്കണം. ലേറ്റസ്റ്റ് പ്രിൻ്ററിന് ഓട്ടോ ലെവലിംഗ് ഒക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ തന്നെ ഇങ്ങനെ പേപ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഗ്യാപ്പ് സെറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാ സെറ്റപ്പും റെഡിയായി ഓണാക്കി മൈക്രോ SD ഇട്ട്. അപ്പോൾ അതേ ഫയൽസൊന്നും കാണാനില്ല. ഭ്രാന്ത് പിടിക്കാൻ എവിടേക്കെങ്കിലും പോണോ. കുറച്ച് പ്രാവശ്യം മൈക്രോ SD ഊരി ഇട്ട് നോക്കി. അപ്പോൾ ഒരു പ്രാവശ്യം സാധനം വന്നു, പക്ഷേ മൊത്തത്തിൽ കൺട്രോളർ സ്റ്റക്കായിരിക്കുകയാണ്. കൺട്രോൾസ് ഒന്നും വർക്കാവണില്ല. ഇൻ്റർനെറ്റിൽ കുറച്ച് സെർച്ച് ചെയ്ത് നോക്കി, അപ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് പറഞ്ഞു. SD കാർഡ് വരുമ്പോൾ ഇത് നീങ്ങുന്നുണ്ട്. ഫയലിൻ്റെ ഇഷ്യൂ ആണോ, കാർഡിൻ്റെ ഇഷ്യൂ ആണോ, റീഡറിൻ്റെ ഇഷ്യൂ ആണോ, ഒരു പിടിയില്ല. പ്രിൻ്റ് ആവണില്ല. എല്ലാം റെഡിയായിട്ട് പ്രിൻറ്റിങ് തുടങ്ങിയാൽ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ പ്രിൻ്റേ ആവണില്ല. SD കാർഡ് ഫോർമാറ്റ് ചെയ്ത് നോക്കി, ഫയൽ മാറ്റി നോക്കി, പോർട്ട് ക്ലീൻ ചെയ്ത്, ഒരു രക്ഷയില്ല. എപ്പോഴും ഇതിൻ്റെ ഫ്രീസിങ് ഇഷ്യൂ മാറി, എന്നാലും പ്രിൻ്റ് ആവണില്ല. ഒരു ദിവസം അതിൻ്റെ പിന്നിലിരുന്നു. അപ്പോഴാണ് ഞാൻ SD കാർഡ് ഇങ്ങനെ അനക്കുമ്പോൾ പ്രിൻ്റർ നീങ്ങുന്നുണ്ട്. സംഭവം ലൂസ് കോണ്ടാക്റ്റ് ആയിരുന്നു ഇഷ്യൂ. അപ്പോൾ ചെറിയൊരു പേപ്പറിൻ്റെ കഷ്ണം ആ കാർഡിൻ്റെ അടിയിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തു. സാധനം റെഡിയായി. ഫൈനലി ചുണ്ടനെലി സാധനം പ്രിൻ്റനെലി. ഐഷ്. ഇനിയാണ് ഞാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രശ്നങ്ങൾ വരുന്നത്.
പ്രിൻ്റ് ചെയ്യുമ്പോൾ അതുമേ നിൽക്കണില്ല. ചിലർ പറഞ്ഞ് ടെമ്പറേച്ചറിൻ്റെ ഇഷ്യൂ ആവും, ബെഡ് ലെവലിങ് ശരിയാവാണ്ടാവും, ഗ്ലൂ ഒട്ടിച്ച് നോക്ക്, അങ്ങനെ അതൊക്കെ ചെയ്ത് രണ്ടാമത്തെ പ്രിൻ്റ് കുറച്ചുകൂടി കൂടുതൽ നേരം നിന്നു. പക്ഷേ അതും കുറച്ച് കഴിഞ്ഞപ്പോൾ പോന്ന് ബ്യൂട്ടിഫുൾ. എന്നാലും ഹോപ്പുണ്ട്. എവിടെ കിടന്നായിരുന്ന പ്രിൻ്ററാണ്, ഇതുവരെ എത്തിയില്ലേ. ഇനി ആ ലാസ്റ്റ് പുഷ് ശരിയാവും, എല്ലാം ശരിയാവും. തല കുറച്ച് പുകക്കണം എന്നുള്ളൂ. നാലാമത്തെ പ്രിൻ്റ് കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, വെബിങ് ഒക്കെ ഉണ്ട്, പക്ഷേ പ്രിൻ്റ് കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. അപ്പോഴാണ് ഇതേ ഗിയർ സ്ലിപ്പായി എക്സ്ട്രൂഡറിൻ്റെ. ഇനി അത് ശരിയാക്കണം. അഞ്ചാമത്തെ പ്രിൻ്റ് മുന്നത്തെ പോലെ തന്നെ കുഴപ്പമില്ലാണ്ട് വന്നിരുന്നു. അപ്പോൾ അതെ ഡിസ്കോ ഡാൻസ് കളിക്കുന്നുണ്ട്. മോട്ടർ എങ്ങാനും നാശമായിട്ടുണ്ടെങ്കിൽ തീർന്ന്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നുണ്ട്. ഫിലമെൻറ്റ് സ്റ്റക്കായതാണ്. ടെമ്പറേച്ചർ കുറഞ്ഞിട്ടാവാം, പൊടി കാരണമാവാം, ഫിലമെൻറ്റിൻ്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടാവാം. ഇനി അതൊന്ന് വൃത്തിയാക്കിയിട്ട് നോക്കാം. പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. മൊബൈലിൽ ടൈം ലാപ്സ് എടുത്താണ്, പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് അത് ഓഫായി. പ്രിൻ്റ് ചെയ്യണത് ഒരു ബെഞ്ച് മാർക്ക് മോഡലാണ് കേട്ടോ. ഇത് പ്രിൻ്റ് ചെയ്താൽ പ്രിൻറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് മനസ്സിലാവും. കാരണം ഇതിൽ കുറേ ഷേപ്പും കുറേ സൈസും ഒക്കെ ഉണ്ട്. ബെഞ്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ബോട്ടിൻ്റെ ഷേപ്പിലാണിത്. അങ്ങനെ അത് പ്രിൻ്റ് ചെയ്തിട്ടാ. സാധനം പെർഫെക്റ്റ് അല്ല ഓബിയസ്ലി, പക്ഷേ എൻ്റെ സാറേ ഇപ്പോൾ കിട്ടിയൊരു സന്തോഷം, ആശ്വാസം, സംതൃപ്തി ഉണ്ടല്ലോ, അത് പറയാൻ പറ്റില്ല മക്കളെ. ബിസ്മി ചൊല്ലി സാധനം അതൊന്നും എടുക്കാം. അമ്പട. അതിന് ശേഷം ഒരു നോബ് പ്രിൻ്റ് ചെയ്ത്. പ്രിൻ്ററിൻ്റെ എക്സ്ട്രൂഡറിന് ആവശ്യമുള്ളതാണിത്. അതെടുത്തപ്പോൾ ആദ്യം പൊട്ടിയെന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് ജസ്റ്റ് അതിൻ്റെ പുറത്തുള്ള സ്കേർട്ട് എന്ന് പറഞ്ഞൊരു സാധനം. അങ്ങനെ ഒരു ഫുൾ സർക്കിൾ എത്തി. അതായത് പ്രിൻ്റർ ശരിയാക്കി, എന്നിട്ട് പ്രിൻ്ററിന് ആവശ്യമുള്ളത് പ്രിൻ്റ് ചെയ്തു. അങ്ങനെ പ്രിൻ്റർ റെഡിയായി. ഇനി ഇത് വെച്ചൊരു പെടക്കണം. നിങ്ങളുടെ ഐഡിയാസൊക്കെ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് സെറ്റാക്കാം. കുറച്ച് വീഡിയോസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അലക്കാം, അലക്കി പൊളിക്കാം. അപ്പോൾ ഒരു ഫോളോ കൊടുക്കുക ഗൈസ്. ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും കുറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ആക്കിക്കോ, അവിടെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് വീഡിയോസൊക്കെ എൻജോയ് ചെയ്യുക. ബൈ, പീസ്, ലവ് ആൻഡ് ടേക്ക് കെയർ. എല്ലാം ശരിയാവും. കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ എല്ലാം ശരിയാവും.